നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഒരു കൃഷ്ണ കഥ തന്നെ ആയിക്കോട്ടെ. ശ്രീകൃഷ്ണൻ്റെ കഥ എത്രയുണ്ട്, എത്ര കേട്ടാലും മതിയാവില്ല. പിന്നെയും നമുക്ക് കഥകൾക്കൊരു ദാഹമാണ് കേൾക്കും തോറും. ഇന്ന് കൃഷ്ണൻ നെല്ലിക്കയും കൂടിയിട്ടൊരു സംഭവം. എന്താ ഈ നെല്ലിക്കയ്ക്ക് ഇത്ര കഥ കൃഷ്ണനുമായിട്ട്? എന്നാൽ അങ്ങനെ ഒരു കഥയുണ്ട്, പറയാം. ഒരു ദിവസം കൃഷ്ണൻ്റെ സന്തത സഹചാരിയാണ്, വല്ലാത്ത ഏറ്റവും വിശ്വസ്തനായ, ഏറ്റവും സ്നേഹമുള്ള ഒരു കൂട്ടുകാരനും കൂടിയാണ് അർജുനൻ. അതുപോലെ കൃഷ്ണൻ്റെ തേരാളിയാണ് സാത്യകി എന്ന് പറയുന്നത്, ഒരു മന്യദേഹം. കൃഷ്ണനും അർജുനനും സാത്യകിയും കൂടി ഇങ്ങനെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ദ്വാരകാപുരിയിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കൃഷ്ണൻ എന്ത് പറഞ്ഞു? കാടിൻ്റെ മനോഹാരിതയെ പറ്റി പറയാൻ തുടങ്ങി. കാടിൻ്റെ മനോഹാരിത വെച്ചാൽ ഞാനും സുധാമാവും ഒക്കെ ഒരുമിച്ച് സാന്ദീപനി ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് ഞങ്ങൾ കാട്ടിലേക്ക് പിറകിന് പോയിട്ടുണ്ട്. ഈ കാട് ഒരു മനോഹരം തന്നെ. കാട്ടിലെ ആ നീരുറവകളും ചെറിയ ചെറിയ അരുവികളും പൂക്കളും പഴങ്ങളും അവിടെ ഓടിച്ചാടി നടക്കുന്ന മൃഗങ്ങളും, ആ കാനന ഭംഗി എന്ന് പറയുന്നത് പലതരത്തിലുള്ള പൂക്കൾ പഴങ്ങൾ എല്ലാം ഉണ്ട്, മൃഗങ്ങളൊക്കെ ഉണ്ട്. അതൊരു പ്രത്യേകത തന്നെ. അതങ്ങനെ കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്നുണ്ട്. അപ്പോൾ അർജുനൻ പറഞ്ഞു, ശരിയാണ് കൃഷ്ണൻ പറഞ്ഞത്, നമുക്കൊരു കാനന യാത്ര പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ കൃഷ്ണൻ പറഞ്ഞു, ആവാം, താൻ വരുന്നുണ്ടോ എന്ന് സാത്വികയോട് ചോദിച്ചു. അപ്പോൾ സാത്വിക പറഞ്ഞു, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാനും വരാം. എന്നാൽ വരുന്നേ, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ഒട്ടും താമസമില്ല, അവരൊരുങ്ങി പിറ്റേ ദിവസം രാവിലെ നേരത്തെ അങ്ങ് യാത്ര ചെയ്ത് തുടങ്ങി. യാത്ര ചെയ്ത് അങ്ങനെ കാട്ടിക്കൂടെ നടന്ന് കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഫലമൂലാദികളൊക്കെ ശേഖരിച്ച് ഭക്ഷിച്ച് പിന്നെ കുറച്ച് വിശ്രമിക്കും, പിന്നെ നടക്കും, പിന്നെ വിശ്രമിക്കും, പിന്നെ നടക്കും. അങ്ങനെയൊക്കെ ആയി ഈ കാടിനകത്ത് അവർ പെട്ടു കേട്ടോ. പുറത്തേക്ക് കിടക്കാനുള്ള വഴിയൊന്നും ആയിട്ടില്ല. കാട്ടിൽ കൂടെ തന്നെ അവർ രസകരമായിട്ട് നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഇരുട്ടായി. കാട്ടിൽ വേഗം ഇരുട്ടാവുമല്ലോ, കാരണം മരങ്ങളൊക്കെ ഇങ്ങനെ ഇടതൂർത്ത് വളർന്ന് നിൽക്കുകയല്ലേ. ഇരുട്ടായി കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനിയിപ്പോൾ ഇന്നത്തെ നടത്തം കൂടെ നിർത്താം, നമുക്കിവിടെ ഞാൻ വിശ്രമിക്കാം. കാര്യം കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, പല നമ്മുടെ നമുക്ക് ഭയപ്പെടാനുള്ളതുകളൊക്കെ ഉണ്ട് ഇവിടെ. കാറ്റും മഴയും കാര്യങ്ങളും എന്നുള്ളത് കൂടാതെ, പ്രകൃതിക്ഷോഭം കൂടാതെ തന്നെ കാട്ടുമൃഗങ്ങളുടെ വന്യജീവികളുടെ ഉപദ്രവം ഉണ്ടാകും. നമ്മളെയൊക്കെ പിടിച്ച് തിന്നൂലോ നിങ്ങൾ കണ്ടെത്തി പിടിച്ച. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടത്, നമ്മൾ 3 പേരും കൂടി ഒരുമിച്ച് കിടന്നുറങ്ങണം. നമ്മൾ 2 ആൾ ഉറങ്ങുക, ഒരാൾ കാവൽ നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ അയാൾ കിടന്നിട്ട് മറ്റൊരാൾ കാവൽ നിൽക്കുക. അങ്ങനെയാകാം, അതാ നല്ലത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. 3 പേരിൽ സാത്വികി പറഞ്ഞു, ഞാൻ കാവൽ കൊള്ളാം, നിങ്ങൾ 2 പേരും ഉറങ്ങിക്കൊള്ളു. അങ്ങനെ കൃഷ്ണനും അർജുനനും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വേരുമയൊക്കെ തലവെച്ച് അവരവരുടെ വസ്ത്രമൊക്കെ വിരിച്ച് അങ്ങനെ അങ്ങോട്ട് കരിയിലകളിൽ കൊണ്ട് കിടക്കൊക്കെ തയ്യാറാക്കി അങ്ങനെ അങ്ങോട്ട് കിടന്നു ഉറങ്ങി. 2 പേരും ഉറങ്ങി. പകൽ മുഴുവൻ നടന്നതല്ലേ, നല്ല ക്ഷീണമുണ്ടല്ലോ. അങ്ങനെ ഉറങ്ങി, അവരിങ്ങനെ ഉറങ്ങി സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കണു. വാള് ഊരി പിടിച്ച് സാത്വികി നിൽക്കുക. കാരണം എവിടെന്നെങ്കിലും വളരെ ജാഗരൂകനായിട്ട് അദ്ദേഹം നിൽക്കണേ. കാരണം 3 പേരുടെയും ജീവൻ അപകടത്തിലാവുക തൻ്റെ ഒരു അശ്രദ്ധ കാരണം. അപ്പോൾ ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ വരുന്നുണ്ടോ? പ്രധാനമായിട്ടൊരു ഭയം കാട്ടുമൃഗങ്ങളെയാണ്. കാട്ടുമൃഗങ്ങളൊക്കെ വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ ജന്തുക്കൾ വന്നാലും ഘോര സർപ്പങ്ങളൊക്കെ ഉള്ള വനല്ലേ. അങ്ങനെ ശ്രദ്ധിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ദൂരെ മാറിയിട്ട് വഴിച്ചാൽ പോലെ അങ്ങനെ ഉണ്ട്. ആ വഴിച്ചാലിൻ്റെ അതിലിങ്ങനെ ഉരുണ്ട് ഒരു നെല്ലിക്ക വരണുണ്ട്. ഇതെന്തത് നെല്ലിക്ക ഇങ്ങനെ അടുത്തടുത്ത് വരും തോറും അതങ്ങനെ വലുതായി വരിക. ഈ സാത്വികയുടെ കാൽ ചുവട്ടിലേക്ക് വരെ എത്തിയപ്പോഴത്തേക്കും അതൊരു പന്തിൻ്റെ അത്രയ്ക്ക് വലിപ്പമായി. ഒരു ഫുട്ബോൾ പന്ത്, കുട്ടികൾ കളിക്കുന്ന പന്ത് കളിക്കുന്ന അത്രയ്ക്ക് വലിപ്പമായി. പൊതിക്കാത്തൊരു തേങ്ങയുടെയൊക്കെ വലിപ്പം എന്ന് പറയാം. അപ്പം ഇത്ര വലിയ നെല്ലിക്ക, ഇതെന്തൊരു കഥയത് എന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ച് നിൽക്കുക കേട്ടോ. ഈ നെല്ലിക്ക പിന്നെയും വലുതാവുകയാണല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേ നെല്ലിക്കയ്ക്ക് ഒരുപാട് വലിപ്പം എന്ന് പറഞ്ഞാൽ വലിയൊരു വലിയ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ വലിയൊരു പാറ പോലെ, ഉരുണ്ടൊരു പാറ പോലെ ഒരു നെല്ലിക്ക അങ്ങനെ മുൻപിൽ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നോക്കിയപ്പോൾ ആ നെല്ലിക്കയ്ക്ക് ഒരു ചെറിയ വായു പോലെ ഇങ്ങനെ കാണുന്നു. ആ വായു ഇങ്ങനെ അനങ്ങി സാത്വികയെ നോക്കിയിട്ട് ചോദിച്ചു, നീ ആരാണെന്ന് പറ. ഇങ്ങോട്ടൊരു ചോദ്യം.
സാത്വികി ഞെട്ടിപ്പോയി. അല്ലെങ്കിൽ തന്നെ നെല്ലിക്കയുടെ വലിപ്പം കണ്ട് പേടിച്ചിട്ടാണ് നിൽക്കണത്. അതിൻ്റെ കൂടെ തന്നോട് ആരാണെന്നൊരു ചോദ്യം. അപ്പം സാത്വികിക്ക് തോന്നി ഇത് വല്ല രാക്ഷസന്മാരൊക്കെ ആയിരിക്കും, ഇവരുടെ വല്ല മായാജാലമായിരിക്കും. എന്തായാലും ഒട്ടും കുറയ്ക്കണ്ട, താൻ ആരാണെന്നുള്ള വിവരം ഒന്ന് പറയണമല്ലോ, ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞു. ആ, താൻ അറിയില്ലേ, തനിക്കറിയില്ലേ, ഭഗവാൻ കൃഷ്ണ ഭഗവാന്റെ തേരാളിയായ സാത്വികിയാണ് ഞാൻ. ഓ, സാത്വികി, അപ്പോൾ താൻ യുദ്ധമൊക്കെ ചെയ്യും ധാരാളം? ഓ, യുദ്ധം ചെയ്യാം, അതിന് വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് ശരി, എന്നാൽ താൻ എന്നോട് യുദ്ധം ചെയ്ത് ജയിക്ക്, എന്നാൽ എന്നോടൊന്ന് യുദ്ധം ചെയ്യ് എന്ന് പറയല്ല. നിമിഷ നേരം കൊണ്ട് ഈ നെല്ലിക്ക ഒന്നുകൂടി അങ്ങോട്ട് വളർന്നു വലുതായിട്ട് ഒരു വലിയ യക്ഷൻ്റെ രൂപത്തിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. സാത്വികി ആകെ നോക്കിയപ്പോൾ സാത്വികിയുടെ ഒരു 3.5 ഇരട്ടി വലിപ്പുണ്ട് ആൾക്ക്. പറയല്ല, അയാൾ യുദ്ധം ചെയ്യാന്നല്ലേ പറഞ്ഞേ എന്നും പറഞ്ഞ അങ്ങും സാത്വികി ഒന്ന് വിചാരിച്ചു, തന്നോടോ യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ല, എൻ്റെ വലിപ്പമൊന്നും കണ്ടിട്ട് എനിക്കൊന്നൊരു പേടിയൊന്നുമില്ല, യുദ്ധത്തിലൊന്നും നോക്കുക ഒരു വകയാവുള്ളൂ എന്ന് കരുതി സാത്വികി വാളെടുത്തിട്ട് അങ്ങോട്ട് യുദ്ധം തുടങ്ങി. യുദ്ധം ചെയ്ത് നീങ്ങി അങ്ങോട്ട് പോയി, കുറച്ച് ദൂരം അങ്ങോട്ട് കൊണ്ടുപോയി സാത്വികി. അത് കഴിഞ്ഞ് യക്ഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വെട്ടി ഇയാൾ തടുത്ത് സാത്വികയെ പിന്നോട്ട് അകറ്റി. സാത്വികിക്ക് മുന്നേറാനേ പറ്റണില്ല. യക്ഷൻ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ട് എന്തിനു പറയണു നൃത്യപ്പെട്ടിച്ചിട്ട് സാത്വികിയുടെ പിന്നെ ഒരു കയ്യങ്ങോട്ട് പൊക്കി പിടിക്കുക. ഈ കയ്യങ്ങോട്ട് പിടിക്കും, അടുത്ത കൈ ഇങ്ങോട്ട് പിടിക്കും, ഇങ്ങനെ 2 കൈയും മാറി പിടിച്ച് പുറകോട്ട് തിരിക്കും, പിന്നോട്ട് തിരിക്കും. അയാളുടെ കയ്യും കാലൊക്കെ ഒടിഞ്ഞില്ല എന്നുള്ളൂ. എന്തിനു പറയണു, യക്ഷൻ സാത്വികയെ നീളം പരിശാക്കി. സാത്വികി തോറ്റു, പെയർത്ത് കുളിച്ച്. അത് കഴിഞ്ഞ വഴിക്ക് വേഗം യക്ഷൻ നെല്ലിക്കയായി മാറി വളരെ ചെറുതായി അങ്ങോട്ട് ഉരുണ്ട് പോവുകയും ചെയ്തു. സാത്വികിക്ക് അപ്പോഴാ പരിസരബോധം വന്നേ. ദൈവമേ, കൃഷ്ണനും അർജുനനും കിടന്നുറങ്ങല്ലേ, ഞാൻ കാവൽ നിൽക്കില്ലേ അവരുടെ ജീവന് വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് തിരിഞ്ഞോടി. അവിടെ ചെന്നപ്പോൾ ദൈവാധീനം, 2 പേരും നല്ല ഉറക്കം. യക്ഷൻ വന്നതും താനുമായിട്ട് യുദ്ധം ചെയ്തത് തന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ച് നിലം പരിശാക്കിയതൊന്നും കണ്ടില്ല. കാരണം അത്ര പരിസരത്തിൽ വെച്ചിട്ടല്ല, ഇത്തിരി അങ്ങോട്ട് മാറിയിട്ടല്ലേ യുദ്ധം ചെയ്ത്. ഉടൻ തന്നെ എന്ത് ചെയ്തു എന്നറിയാമോ, വേഗം അർജുനനെ വിളിച്ച് കുറച്ച് നേരം നിർത്തിയിട്ട് തനിക്ക് തീരെ വയ്യ, ഇനി കിടക്കാണ്ട് പറ്റില്ല, ഇടിച്ച് പരിപ്പിളകിയിട്ടാണ് വിട്ടേക്കണേ യക്ഷൻ. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. യക്ഷൻ വന്ന് സാത്വികയായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശ്രീകൃഷ്ണൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കള്ള കിടന്നല്ലേ, പതുക്കനെ കണ്ട് ചിമ്മി നോക്കുമ്പോൾ എന്താ സാത്വികി പറ്റുന്നത് നോക്കണ്ടേ. യക്ഷൻ സാത്വികയിട്ട് ഒത്തുക്കുക, നടക്കട്ടെ എന്ന് വിചാരിച്ച് കൃഷ്ണൻ അങ്ങനെ നോക്കി നിന്നു. ഒട്ടുകം കഴിഞ്ഞ് സാത്വികി വീണു, ഒരുവിധം പരവശായിപ്പോയി, ക്ഷീണമായിപ്പോയി. തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ മിണ്ടാണ്ട് ഇവിടെ അനങ്ങാണ്ട് ഉറക്കം നടിച്ച് കിടക്കുമായിരുന്നു. അപ്പം സാത്വികയെ യക്ഷൻ വന്നതും യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതൊക്കെ കൃഷ്ണൻ അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞ ഭാവം നടിച്ചില്ല. സാത്വികയോട്ട് പറയാനും പോയില്ല. വേഗം അർജുനനെ വിളിച്ചു. അർജുനോട് പറഞ്ഞു, ഓ എനിക്ക് ക്ഷീണമായി, ഇനി കുറച്ച് നേരം താങ്കൾ നിൽക്കൂ, ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. അർജുനൻ വേഗം പാവം എണീറ്റു. തൻ്റെ ഗാന്ഡീവൊക്കെ ഇല്ലേ കാത്തു നിൽക്കാലോ എന്ന് കരുതി കാത്ത് ഉറക്കൊളിച്ച് ഇവർക്ക് കാവൽ നിന്നു. കൃഷ്ണനും സാത്വികി കിടന്നപാടെ ഇറങ്ങി ക്ഷീണിച്ച് പരവശായി പരുവാക്കി ശേഷം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരത്തെ സംഭവിച്ച പോലെ തന്നെ നെല്ലിക്ക് ഉരുണ്ട് വരുന്നു. അർജുനും കണ്ടു നെല്ലിക്കെന്തങ്ങനെ ഉരുണ്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വരണേ. എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറയല്ല, അങ്ങടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അത് വലുതായി. നേരത്തെ സാത്വികിയുടെ അടുത്ത് ചോദിച്ചു അതേ ചോദ്യം തന്നെ, നീ ആരേ എന്നൊരു ചോദ്യം. ഉടൻ തന്നെ അർജുനൻ ചോദിച്ചു, എന്താ ഈ പറയണേ, വില്ലാളി വീരനായ എന്നെ അറിയാത്ത ഒരാളോ, താനാരാ നോക്കിയപ്പോൾ വീണ്ടും ചോദ്യം, നീ ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്, കേട്ടില്ല എന്നുണ്ടോ? ഓ കേട്ടു, വില്ലാളി വീരനായ അർജുനനാണ് ഞാൻ, ഹസ്തിനപുര രാജകുമാരൻ.
ഓഹോ, ഇപ്പം യുദ്ധമൊക്കെ നല്ലോണം ചെയ്യാൻ ബോംബിലൊക്കെ പ്രയോഗിക്കാൻ അറിയാലോ. ഓ, എന്നാൽ തുടങ്ങാം, നമുക്കൊരു യുദ്ധം തുടങ്ങാം എന്നും പറഞ്ഞ് യക്ഷൻ്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടു. യക്ഷനും അർജുനനും തമ്മിൽ തന്നെ പൊരിഞ്ഞ യുദ്ധം, ഉന്തും തള്ളും അടിയും പിടിയും അമ്പയത്തും വാൾപ്പയറ്റും ഒക്കെ ആയിട്ട് പൊരിഞ്ഞ യുദ്ധം. ആ സ്ഥലം മുഴുവൻ അങ്ങോട്ട് കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. സാധ്യക്ക് ക്ഷീണം കൊണ്ട് അന്തം വിട്ടുറങ്ങിപ്പോയി കേട്ടോ. കൃഷ്ണൻ ഇതുപോലെ തന്നെ കൃഷ്ണനല്ലേ, പ്രത്യേകിച്ച് അർജുനനൊരാൾ തോൽപ്പിക്കുകയാണ്. ഒത്തിരിയേറെ കഴിയട്ടെ, തന്നെ ഒന്ന് 4 ഇട്ടി കിട്ടട്ടെ അവന് എന്നു വിചാരിച്ച് പതുക്കെ തന്നെ ചെരിഞ്ഞ് കള്ളനോട്ടം നോക്കി. കള്ളനോട്ടം നോക്കുമ്പോൾ എന്താ, അർജുനൻ ക്ഷീണിക്കുക. അർജുനന് യക്ഷൻ്റെ ഇത് ഇട്ടി കിട്ടുമ്പം കിട്ട് കുനിഞ്ഞ് പോവുക കഴുത്ത്. ഇത്തിരി കഴിഞ്ഞപ്പോൾ അർജുനൻ പദം വന്നു. അർജുനൻ യക്ഷൻ്റെ മുമ്പിൽ തോറ്റുപോയി. അതാ കഴിഞ്ഞപ്പോഴത്തെ അർജുനൻ വീണു, പെടഞ്ഞു. ഇനി എണീക്കാൻ പറ്റണില്ല, ക്ഷീണമായിപ്പോയി എന്ന് കണ്ട വഴിക്ക് യക്ഷൻ വീണ് നെല്ലിക്കയായിട്ട് അങ്ങോട്ട് മേപ്പെട്ട് കയറി പോവുകയും ചെയ്തു. മേപ്പെട്ടൊറ്റ പോകാൻ പോയി. അർജുനൻ പതുക്കന്നെ ചാടിപ്പടഞ്ഞ് എണീറ്റ് ഈ പറഞ്ഞോളം കയ്യ് മുട്ടുമ്മ കൊടുത്ത് വേഗം ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താ, കൃഷ്ണന് സാറ്റിക്ക് നല്ല ഓർക്കാം വേണ്ടിയില്ല. അർജുനനൊരു നിവർത്തിയില്ല. അർജുനൻ വേഗം അവിടെ വന്നു ഇരുന്നു എന്ന് മാത്രമല്ല, ഇരുന്നു കൊണ്ടാ കൃഷ്ണനെ വിളിച്ചത്. കൃഷ്ണ ഒന്ന് എണീക്കൂ, പറ്റില്ല, എനിക്ക് തീരെ വയ്യാണ്ടായി, എനിക്ക് ഇടിച്ച് പരിവാക്കില്ല യക്ഷൻ. ഇടി കൊണ്ട് ഇപ്പോൾ ക്ഷീണിച്ച അർജുനൻ പറഞ്ഞു, ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ, ഇനി കാവലെ അങ്ങായിക്കോളൂ എന്ന്. കൃഷ്ണ പറഞ്ഞു, ഞാൻ ആയിക്കോളാം, കിടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണനും കാവലിൽ നിന്നു. സാറ്റയ്യ അർജുനനും കിടപ്പായി. അവർ കിടന്ന പാടെ ഉറങ്ങി. അർജുനൻ ഉറങ്ങി. രണ്ടുപേരും ഉറങ്ങി കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ വളരെ ദയയോടുകൂടി നോക്കി. 2 പേർക്ക് മര്യാദയ്ക്ക് ഇടി കിട്ടിയിട്ടുണ്ട് യക്ഷൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ കൃഷ്ണൻ പരിസരമൊക്കെ വീക്ഷിച്ച് കാറ്റും കൊണ്ട് അങ്ങനെ സുഖമായിട്ട് നിൽക്കുക. നല്ല കുളിർക്കാറ്റ്, അതും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ വരണു നെല്ലിക്ക ഉരുണ്ട് കൃഷ്ണൻ്റെ നേരെ. അപ്പോൾ കൃഷ്ണൻ, അത് ശരി, അപ്പം ഈ നെല്ലിക്ക തന്നെയാണ് അവരെയും 2 ആളെ പരവശാക്കിയിട്ടത്. അപ്പോൾ വേഗം കൃഷ്ണൻ വന്നപ്പോഴും നെല്ലിക്ക വലുതായി വന്നിട്ട് ചോദിച്ചു, നീ ആരെ? വേഗം കൃഷ്ണൻ എന്ത് ചെയ്തു എന്നറിയാമോ? വളരെ തൊഴുകയോടെ, അങ്ങേക്ക് നമസ്കാരം, വിനീതമായ നമസ്കാരം, ഞാൻ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ. അതെയോ, ആ ശ്രീകൃഷ്ണൻ ദ്വാരകയിലെ. അത് ശരി, അങ്ങാണല്ലേ. അതെ, ഞാൻ ശ്രീകൃഷ്ണനാണ്. ഞാൻ കേട്ടേക്കണു അങ്ങ് വലിയ വില്ലാളി വീരനാണ്, സമർത്ഥനാണ്, അസാമാന്യ ബുദ്ധിശാലിയാണെന്നൊക്കെ ഞാൻ കേട്ടേക്കണു, തന്ത്രശാലിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഷോ കൃഷ്ണൻ, അയ്യോ വെറുതെ, അത്ര എനിക്കൊരു തന്ത്രവും ഇല്ല, ഒരു കൗശലവും ഇല്ല, അങ്ങനെ എന്തെന്നില്ല, അതൊരു ബുദ്ധിശക്തി ഇതൊന്നും എനിക്കില്ല. എങ്ങനെയൊക്കെ ഇങ്ങോട്ട് കഴിച്ചുകൂട്ടി പോകുന്നു, അത്രയേ ഉള്ളൂ എന്ന് വളരെ വിനയത്തോടെ യക്ഷൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ യക്ഷൻ പറഞ്ഞു, അങ്ങനെയാണോ? അത് ശരി. കൃഷ്ണനെ പറ്റി ഇയാൾ വലിയ വീരനും ധീരനും ഒക്കെയാണെന്ന് എന്നെപ്പറ്റി ഇത്ര കൃഷ്ണ ഞാനപ്പോൾ കേട്ടതൊന്നും സത്യമല്ലെന്ന്. ഞാൻ യക്ഷനാണ്. എനിക്ക് ഈ വലിയ ഇതെ കാണുമ്പോൾ തന്നെ എനിക്കത്ര കരുത്തൊന്നുമില്ല കേട്ടോ. ഞാൻ തന്ത്രശാലിയൊന്നുമല്ല, പക്ഷെ എന്നാലും ഞാൻ ശക്തനാണ്. അപ്പം യക്ഷന് ഞാൻ അങ്ങനെയൊന്നുമല്ല, എനിക്ക് ചെറുതാവാനും പറ്റും. ഞാൻ ചെറിയ നെല്ലിക്കയായിട്ടല്ലേ തങ്ങണ്ടേ, ഞാൻ അപ്പോൾ വലുതാവണ കാണണം എന്ന് പറഞ്ഞ് യക്ഷൻ അങ്ങോട്ട് വലുതാവാൻ തുടങ്ങി. അയ്യോ, എനിക്ക് ഭയം തോന്നുന്നു, വേണ്ട, ചെറുതായിക്കോളും. എനിക്ക് ചെറിയ കാര്യങ്ങൾ, ചെറിയ ആൾക്കാരെയൊക്കെ എനിക്കിഷ്ടം. എനിക്ക് വലുതാവുന്നവരെ കണ്ടാൽ തന്നെ എനിക്ക് പേടിയാവും. അയ്യോ, എങ്കിൽ ഞാൻ ചെറുതാകാം. അങ്ങനെ തനിക്ക് എന്നെ പേടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ചെറുതാകാം. വലുതാകുന്നവരെ കാണുന്നത് പോലും എനിക്ക് പേടിയാണ്. എനിക്ക് ഒരുപാട് പേടിയാവും. അങ്ങ് ചെറുതാവണം എന്നുണ്ടെങ്കിൽ എന്നാൽ ഞാൻ ചെറുതാകാം, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. പെട്ടെന്ന് ചെറുതായി കഴിഞ്ഞ് അങ്ങനെ ചെറുതായി, അയ്യോ ഇപ്പോഴും എനിക്ക് പേടിയാവുക. അങ്ങനെ എനിക്ക് ചെറുതാവാൻ പറ്റിക്കും. ഒന്നും കൂടി ചെറുതാവാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചൂടെ എന്ന് ചോദിച്ചു. പിന്നെന്താ എന്ന് പറഞ്ഞ് ഈ യക്ഷൻ അങ്ങോട്ട് ചെറുതായി ഇന്ന് നമ്മൾ കാണുന്ന നെല്ലിക്കയില്ലേ, തണ്ണുണ്ട്
ഇത്തിരിയല്ലേ ഉള്ളൂ. ആ പ്രായമായപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഞാൻ പിടിച്ചു, കയ്യിൽ പിടിച്ചങ്ങോട്ട് എടുത്തിട്ട് തൻ്റെ ഉത്തരീയത്തിൻ്റെ തുമ്പിൽ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് പൊതിഞ്ഞ് ഒരു കെട്ടങ്ങോട്ട് കെട്ടി, 2 കെട്ടങ്ങോട്ട് കെട്ടി, ലോക്ക് ചെയ്തിട്ടൊരു കെട്ടുമുടിയാണ് കെട്ടി. ഇപ്പം എവിടെ യക്ഷൻ? ശ്രീകൃഷ്ണൻ്റെ ഉത്തരീയത്തിൻ്റെ തുമ്പത്ത് കെട്ടിയിട്ടു. ഒന്നും മിണ്ടാത്ത പോലെ ആ കിഴിക്കെട്ട് പോലെയുള്ളത് കയ്യിലും പിടിച്ചിട്ട് അങ്ങനെ നിന്നു. തൻ്റെ വാളൊക്കെ ഊരി പിടിച്ചിട്ടുണ്ട്. തകമ്മെന്ന വാള് ഒക്കെ ഉണ്ട്. വാളൊക്കെ പിടിച്ചിങ്ങനെ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നേരം പ്രഭാതമാവാറായി. കിളികളുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ കേട്ടു തുടങ്ങി. ഉടൻ തന്നെ ഉണർന്ന് സാത്വിക ഉണർന്ന് അർജുനനോട് 2 പേരും ഉണർന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ 2 ആൾക്കും അറിയാം യക്ഷൻ കഴിഞ്ഞ രാത്രിയിൽ യക്ഷൻ വന്നിട്ട് തങ്ങളെ ഇടിച്ച് 5 ഇഞ്ച പരിവാക്കിയതാണ്. അപ്പം കൃഷ്ണന് എവിടെയെങ്കിലും കിടന്ന് വീണെടുക്കാവും എന്ന് കരുതി അവിടെ നോക്കിയപ്പോൾ എന്താ, കൃഷ്ണൻ വളരെ ഒരു മരത്തിൻ്റെ വേരുമ്മ ചാരി ഇരുന്ന് സുഖമായിട്ട് പരിസരം കാനൻ്റെ ഭംഗിയൊക്കെ കണ്ട് സൂര്യോദയമൊക്കെ കണ്ട് ആ സൂര്യൻ്റെ രശ്മി രാവിലെ കാട്ടിലേക്ക് വരണ കാണാൻ നല്ല രസമാണ്. അത് നോക്കി ഇങ്ങനെ ഭംഗിയായിട്ട് അപ്പം യക്ഷൻ വന്നില്ല എന്നുണ്ടോ? ഇവിടെ നിന്ന് ഇടി കൂടിയതിൻ്റെ ഒന്നും ഇതൊന്നും കാണാൻ ലക്ഷണമൊന്നും കാണാനില്ലല്ലോ, ഇതൊന്നും ഇളകി കിടക്കണമെന്നില്ല, എന്താത് എന്ന് വിചാരിച്ചു. അപ്പോൾ ഉടൻ തന്നെ ഇവർക്കൊരു സംശയം, യക്ഷൻ വന്നില്ലായിരിക്കും, കൃഷ്ണനെ ഒന്നും ഉപദ്രവിക്കുക. അത് കഴിഞ്ഞ് ഇവർക്ക് തോന്നിയത് എന്താ. അപ്പോൾ ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇവിടെ മൽപ്പിടുത്തം നടന്ന ലക്ഷണമൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ ശ്രീകൃഷ്ണന് തോന്നി സാത്വികയുടെ അർജുനൻ്റെ ഉള്ളിലിരിപ്പ്, യക്ഷൻ വന്നില്ലേ, താനുമായിട്ട് യുദ്ധം ചെയ്തില്ലേ എന്നല്ല ഇവർ തമ്മിൽ പറയുന്നത്. അപ്പം നെല്ലിക്ക വന്നില്ലായിരിക്കും, എൻ്റെ അടുത്ത് നെല്ലിക്ക വന്ന് എന്നെ യക്ഷൻ നെല്ലിക്കയുടെ രൂപത്തിൽ വന്നിട്ട് ഇടിച്ച് താഴ്ത്തിട്ട് എന്നെ അതേടും. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, എന്താ നിങ്ങൾ നെല്ലിക്കയുടെ കാര്യം പറയണേ? അതാണോ ചോദിക്കണേ? നെല്ലിക്കയുടെ കാര്യമാവൂലേ ഈ ചിന്ത. അപ്പോൾ അവർ പരസ്പരം നോക്കി. അവർക്ക് അത്ഭുതമായി. അങ്ങനെ എവിടെ നെല്ലിക്ക? ഇതാണോ ഈ നെല്ലിക്ക നിങ്ങൾ കണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പം അതെ, ഞങ്ങൾ കണ്ടത് വലിയ നെല്ലിക്കായിരുന്നു, ഇതിപ്പോൾ എങ്ങനെ ചെറുതായി? അതോ അങ്ങനെ ഇയാളെ പിടികൂടി തടവിലാക്കിയത്? അപ്പം അങ്ങനെ ചോദിച്ചു. അപ്പം കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ തോൽക്കാൻ കാരണം എന്താ? നിങ്ങൾ വിചാരിച്ചു എന്നേക്കാൾ വലുതായിട്ട് ആരുമില്ല എന്നുള്ള വിധത്തിലാണ് നിങ്ങൾ ഈ യക്ഷൻ്റെ അടുത്ത് പെരുമാറി. അതുകൊണ്ടാണ് അവൻ വലുതായി നിങ്ങളെ അങ്ങോട്ട് ഒതുക്കി കളഞ്ഞത്. ഞാനങ്ങനെയല്ല, ഞാൻ പ്രാപ്തിയൊന്നും ഇല്ലാത്ത ആളാണ്, തന്ത്രമൊന്നും ഇല്ലാത്ത ആളെന്ന് പറഞ്ഞപ്പോൾ യക്ഷൻ അങ്ങ് ചെറുതായി. ഇപ്പം ഞാൻ പിടിച്ച് കെട്ടിയിട്ടു, അത്രയേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് എപ്പോഴും വിനയം ഉള്ളിടത്തെ വിജയം ഉള്ളൂ. അതാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തന്നേക്കാൾ വലുതായിട്ട് ആരുമില്ല എന്ന് അഹങ്കരിച്ചതുകൊണ്ട് യക്ഷൻ നിങ്ങളെ തോൽപ്പിച്ചു. വിനയം കൊണ്ട് നമുക്ക് സൂക്ഷിച്ച് വിനയം കൈമുതലായിട്ടുള്ളവർക്ക് ആരുടെ മുമ്പിലും തോൽക്കേണ്ടി വരില്ല. അതുകൊണ്ട് ജയിക്കാം. ബുദ്ധിയും വിനയവും കൂടിയാൽ പിന്നെന്താ വേണ്ടേ? ഒന്നും വേണ്ട. അപ്പോഴേക്കും യക്ഷൻ എന്നെ നെല്ലിക്ക അവിടെ ഇരുന്ന് പറഞ്ഞു, എന്നെ സ്വതന്ത്രമാക്കി വിടണേ, എൻ്റെ കെട്ടഴിച്ച് വിടണേ എന്നിങ്ങനെ പറഞ്ഞു. ആ കൃഷ്ണൻ കൂട്ടുകാരുടെ മുൻപിൽ വെച്ച് തന്നെ യക്ഷനെ ഈ നെല്ലിക്ക തുറന്നു വിട്ടു. യക്ഷൻ അങ്ങനെ വലുതായി കൃഷ്ണനോട് നന്ദിയും പറഞ്ഞ് അങ്ങ് പോവുകയും ചെയ്തു. ഇതാണ് ശ്രീകൃഷ്ണനും നെല്ലിക്കയും എന്ന ഇന്നത്തെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. കുട്ടികൾക്ക് ഈ വക കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. വിനയത്തിൻ്റെ മാഹാത്മ്യം അതല്ലേ ഈ കഥയിലുള്ള ഗുണപാഠം. വിനയം വേണം. ഞാനാണ് വലുത് എന്നുള്ള ആ തോന്നലേ പാടില്ല, അഹങ്കാരമേ പാടില്ല. അതാണിത് ഈ കഥയിലെ ഗുണപാഠം. പറഞ്ഞു കൊടുക്കൂ കേട്ടോ കുട്ടികൾക്ക്.